ഹലോ ഗൈസ്, അപ്പം നമ്മൾ കുറേ ദിവസമായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട്. അപ്പം ഇന്നെന്തായാലും ഒരു സ്പെഷ്യൽ ഡേ ആണ്. അതായത് ഓഗസ്റ്റ് 30 ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു ഇന്നലെ. അപ്പം ഞങ്ങൾ ഒരു അമ്പലത്തിൽ പോകാൻ നിൽക്കാട്ടെ. ഞങ്ങൾ രാവിലെ 3 പേരും കൂടി കുളിച്ചൊരുങ്ങി നമ്മുടെ വണ്ടിയിൽ കയറി അങ്ങാടിപ്പുറത്തേക്ക്. ആദ്യം വേറെ അമ്പലത്തേക്ക് പോകാമെന്നാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ പ്ലാനിങ് നൈസായിട്ട് മാറി. അങ്ങാടിപ്പുറത്തേക്ക് പോയി. അങ്ങനെ നമ്മൾ എന്താ പറയുക, മറ്റേ പാലുണ്ടല്ലോ, അതിൻ്റെ അവിടെ എമ്മാതിരി ബ്ലോക്കൊക്കെ കിട്ടിയിരുന്നോ. കുറേ നേരം ബ്ലോക്ക് കടന്നിട്ട് നമ്മൾ അവിടെ എത്തി, തൊഴുതു, പ്രസാദം കിട്ടി. അതൊക്കെ കഴിച്ച് നമ്മൾ അമ്പലത്തിൽ നിന്ന് പോകുമ്പോഴേക്കും ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെപ്പശ്ശേരി വന്നിട്ട് എന്തായാലും ഒരു ബിരിയാണിയൊക്കെ വാങ്ങിച്ചിട്ട് ഉച്ചയ്ക്ക് ബിരിയാണിയൊക്കെ വിചാരിച്ചു. അങ്ങനെ ബിരിയാണി, അത്ഭുത ബിരിയാണി, ഈ ഒരു ബിരിയാണി ഭയങ്കര സ്പെഷ്യലാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് വാങ്ങാൻ വിചാരിച്ചു. അങ്ങനെ അത് കുറേ നേരം പോസ്റ്റായിട്ടാണ് അത് കിട്ടിയത്. അങ്ങനെ അതും വാങ്ങിയിട്ട് പാഴ്സൽ വാങ്ങി നമ്മൾ വീട്ടിലേക്ക് വന്നു. വീട്ടിലേക്ക് വന്നപ്പോൾ ഏകദേശം രാവിലെ ഞങ്ങൾ 3 പേരുടെയും പുറപ്പെടൽ കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ റൂമിൻ്റെ അവസ്ഥ ഇതായിട്ടുണ്ടായിരുന്നു. ഇത് അടിപൊളി റൂമായിരുന്നു കേട്ടോ. ഇവിടെയൊക്കെ സീലിംഗ് ചെയ്തിട്ട് കല്യാണം കഴിഞ്ഞ സമയത്ത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഞാൻ കുട്ടിയതിന് ശേഷം ഇവിടെ അധികം നിന്നിട്ടില്ല. അപ്പോൾ ഭയങ്കര എലിശല്യമൊക്കെ ആയിട്ട് ആകെ നാശമായി. പിന്നെ സീലിങ്ങൊക്കെ പൊളിച്ച് അങ്ങനെയൊക്കെ. പിന്നെ അപ്പോൾ ഞങ്ങളുടെ പുറപ്പെടലും കാര്യങ്ങളും കഴിഞ്ഞപ്പോഴേക്കും റൂമിൻ്റെ കോലം ഏകദേശം തീരുമാനമായിരുന്നു. പിന്നെ വന്നിട്ട് ഞാൻ അതൊക്കെ നേരാക്കാൻ വേണ്ടി ഇരുന്നു. അങ്ങനെ ഒരുവിധം കുറേ നേരം കഷ്ടപ്പെട്ടിട്ട് ഞാൻ റൂമൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തു. പിന്നെ ഞങ്ങൾ 3 പേരും കൂടിയിട്ട് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി ഡ്രസ്സൊക്കെ എടുക്കാൻ വിചാരിച്ചിട്ട് പോയതാട്ടോ. ചെപ്പശ്ശേരി പോയി. ആദ്യം രാജുവിനെടുത്തു, പിന്നെ എനിക്ക് 2 ജോഡി എടുത്തു, പിന്നെ ചെക്കനും എടുത്തു. അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട്, ചെക്കൻ ഒരു സ്ഥലത്ത് ഒതുങ്ങിയിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഓൻ്റെ പിന്നാലെ ഓടി 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 ഞാനൊരു വഴിയായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നു. ഇതവിടെ എന്താ വള്ളംകളിയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഞാൻ വള്ളംകളി കുറച്ചിടങ്ങൾ കണ്ടിരുന്നു. ഇത് വല്യമ്മട്ട പൂത്തറയാണ് കേട്ടോ. ഇങ്ങനെയാണ് നമ്മളെ വീടിൻ്റെ ഫ്രണ്ട് മെയിൻ റോഡാണ്. അതായത് ഒരു സൈഡ് പെരിന്തൽമണ്ണയ്ക്കുള്ള റോഡ്, ഇത്രയും റോഡിൻ്റെ സൈഡാണ്. ഇങ്ങോട്ട് ചെർപ്പളശ്ശേരിക്കുള്ള റോഡുമാണ്. അതുകൊണ്ട് തന്നെ ഒക്കെ ആദ്യം കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ വണ്ടിയുടെ സൗണ്ട് കേൾക്കുമ്പോൾ നമ്മളെ വീട് കുറച്ച് ഒരു ഒതുങ്ങിയ ഏരിയയിലായതുകൊണ്ട് ഇങ്ങോട്ട് വന്ന് ഭയങ്കര ഇടങ്ങറായിരുന്നു ആദ്യമൊക്കെ സൗണ്ട് കേൾക്കുമ്പോൾ. അങ്ങനെ വൈകുന്നേരമായി. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല കേട്ടോ. കേക്ക് പോലും കട്ടിയതില്ലേക്ക് എന്തോ ഒന്നിനോടും. അങ്ങനെ ഞങ്ങൾ വൈകുന്നേരേക്ക് ചായ കുടിക്കാനൊന്നും മൂടുണ്ടായില്ല. ഞാൻ പോയിട്ട് പായസം കുടിച്ച് രാജനുള്ള ചായ വെച്ച് കൊടുത്തു. പിന്നെ രാത്രി ആകുമ്പോൾ ഒരു സിനിമയ്ക്ക് പോകണം എന്നുള്ള പ്ലാനിങ്ങിൽ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ രാജുവിന് ചായ കൊടുത്തു. ഞാൻ ചായ കുടിച്ചില്ല, പായസം കുടിച്ചു. ഞങ്ങൾ കാര്യമായിട്ട് ഈ TV കണ്ടുകൊണ്ടിരിക്കണത് എന്താ വെച്ചാൽ ഇതാണ് മെയിൻ പരിപാടി. അങ്ങനെ കുറച്ച് നേരം ഓൻ്റെ കൂടെ ഒക്കെ ഇങ്ങനെ ഇരുന്ന്. പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ കല്യാണത്തിൻ്റെ ഫോട്ടോ ആണ് അവിടെ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അമ്മ, വല്യമ്മ, ഏട്ടൻ, എടുത്തമ്മ, 2 കുട്ടികൾ, അത് അമ്മായിയുടെ മകനും ഭാര്യയൊക്കെ. അപ്പോൾ നമ്മളുടെ ഈ ഒരു വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. അപ്പോൾ ബൈ.